നമസ്കാരം. ഇന്നത്തെ വിഷയം പ്ലസ് വൺ പ്രവേശനം തന്നെയാണ്. ഒരു അനാലിസിസ് ആണ്. നമ്മൾ ഏത് സ്കൂളിലാണ് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാൻ ഏറ്റവും ചാൻസ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളെ പറ്റിയാണ്. ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ നമുക്കറിയാം, നമ്മൾ രണ്ട് മൂന്ന് നാല് ടൈപ്പ് സ്കൂളുകളാണ് ഉള്ളത്. ഓർമ്മിക്കണം, 4 ടൈപ്പ് സ്കൂളുകളാണ് നമ്മൾക്ക് നിലവിലുള്ളത്. അതിലൊന്ന് ഗവൺമെന്റ് ആണ്. ഈ ടൈപ്പ് സ്കൂൾ ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. HSCAP സ്കൂൾ ലിസ്റ്റ്, എല്ലാ ജില്ലകളുടെയും സ്കൂൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ ലിസ്റ്റ് എടുത്തുക്കുമ്പോൾ നമ്മളോട് ജില്ല ചോദിക്കും. അപ്പോൾ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ ലിസ്റ്റ് വരും. ആ സ്കൂൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നാമത്തെ എന്ന് പറയുന്നത്, സ്കൂൾ ലിസ്റ്റിലെ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് സ്കൂളിന്റെ കോഡാണ്, സ്കൂൾ കോഡാണ്. രണ്ടാമത്തെ കോളം സ്കൂളിന്റെ പേരാണ്. മൂന്നാമത്തെ കോളം സ്കൂൾ ടൈപ്പാണ്. അപ്പോൾ ആ സ്കൂൾ ടൈപ്പ് നമ്മൾ പരിശോധിക്കണം. എല്ലാവരും പരിശോധിച്ച് നോക്കേണ്ടത് ശരിക്കും. അതിനനുസരിച്ചാണ് നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയും മറ്റതൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ സ്കൂൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് ഉണ്ട്. രണ്ടാമത് എയ്ഡഡ് ജനറൽ ഉണ്ട്. മൂന്നാമത് എയ്ഡഡ് ബാക്ക്വേർഡ് ഉണ്ട്. നാലാമത് എയ്ഡഡ് മൈനോറിറ്റി ഉണ്ട്. മറ്റൊന്നു കൂടിയുണ്ട്, അൺഎയ്ഡഡ്. ഇത്രയും ടൈപ്പ് സ്കൂളുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പൊ ഗവൺമെന്റ്, എയ്ഡഡ് ജനറൽ, എയ്ഡഡ് മൈനോറിറ്റി, എയ്ഡഡ് ബാക്ക്വേർഡ്, അൺഎയ്ഡഡ്, ഇത്രയും ടൈപ്പ് സ്കൂളുകളാണ് നമുക്ക് കേരളത്തിൽ ഉള്ളത്. ഇതിൽ നമുക്ക് ആദ്യത്തെ ടൈപ്പിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഈ സ്കൂൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് മൂന്നാമത്തെ കോളം സ്കൂൾ ടൈപ്പാണ്. ആ സ്കൂൾ ടൈപ്പിൽ ഓരോ സ്കൂളും ഏത് ടൈപ്പാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഈ ഇതൊക്കെ അങ്ങ് പോകും. ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞ് സംഗതി എവിടെയും കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ രക്ഷിതാക്കളൊക്കെ ആകെ വിഷമത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ എത്തും. അപ്പം അത് ഓരോ കൊല്ലവും എനിക്ക് അനുഭവം ഉള്ളതാണ്. നമ്മൾ ഓരോ കൊല്ലവും ആദ്യ റൗണ്ടുകളൊന്നും ആർക്കും ഒരു ടെൻഷനും ഒന്നും ഇല്ലാതെ പോകും. പക്ഷേ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും പിന്നെ ടെൻഷനായി. കുട്ടിക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പ്രവേശനം കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു 100 ഇവിടെ പരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മളുടെ ഓപ്ഷനും ബാക്കി കമ്മ്യൂണിറ്റി കോട്ട, പിന്നെ മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, അങ്ങനെയൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ 42% മാത്രമേ ഓപ്പൺ മെറിറ്റ് ഉള്ളൂ. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇത്. 42%. എന്നിട്ട് ഈ 42%-ൽ നിന്ന് പിന്നെ ഹാൻഡിക്യാപ്ഡ്, ഭിന്നശേഷിക്കാർക്കും സ്പോർട്സ് കോട്ടക്കാർക്കും ഒരു നിശ്ചിത ശതമാനം കൂടി പോകും. 42% മാത്രമേ ഗവൺമെന്റ് സ്കൂളിൽ ഓപ്പൺ മെറിറ്റ് ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ഉം അങ്ങനെ ഗ്രേഡ് ഏറ്റവും കൂടിയ ഗ്രേഡുകാർക്ക് മാത്രം അവിടെ പ്രവേശനം കിട്ടും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 60 പേരാണ് മിക്കവാറും സ്കൂളിലെ ബാച്ച്. ഇപ്പൊ വർദ്ധിപ്പിച്ചത് 65 വരെ ആയിട്ടുണ്ട്. അപ്പൊ 65 പേരായിരിക്കും ഒരു ബാച്ച് എന്ന് പറയും. ഇപ്പോൾ സയൻസിന് 2 ബാച്ചുള്ള സ്കൂളുണ്ട്, പിന്നെ ഹ്യൂമാനിറ്റീസിന് 2 സ്കൂളുണ്ട്, കൊമേഴ്സിനുള്ള അങ്ങനെ പലതാണ്. അപ്പോൾ സയൻസിന്റെ ഒരു ബാച്ചിൽ, സപ്പോസ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക, 60 കുട്ടികൾ പഠിക്കുന്ന സയൻസിന്റെ ഒരു ബാച്ചിൽ 42% എന്ന് പറയുന്നത് വെറും 25 കുട്ടികൾക്ക് മാത്രമേ അവിടെ ഓപ്പൺ മെറിറ്റിൽ പ്രവേശനം കിട്ടുന്നുള്ളൂ എന്നതാണ് സത്യം. ഇതൊന്നും നമുക്ക് അറിയുന്നില്ല പലരും, അതാണ്. എന്നാല് ബാക്കിയുള്ളത്, ബാക്കിയുള്ളത് കുറേ കമ്മ്യൂണിറ്റി റിസർവേഷനാണ്. കമ്മ്യൂണിറ്റി കോട്ടയല്ല, കമ്മ്യൂണിറ്റി റിസർവേഷൻ മാത്രമേ ഗവൺമെന്റ് സ്കൂളിലുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട ഗവൺമെന്റ് സ്കൂളിലില്ല, മാനേജ്മെന്റ് കോട്ട ഗവൺമെന്റ് സ്കൂളിൽ ഇല്ല. എന്നാൽ ബാക്കി എല്ലാ ജാതി വിഭാഗങ്ങൾക്കും നിശ്ചിത ശതമാനം റിസർവേഷൻ ഗവൺമെന്റ് സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. ഒരു എയ്ഡഡ് സ്കൂളിലും ജാതി SC ST ഒഴികെ വേറെ ഒരു ജാതിക്കും കമ്മ്യൂണിറ്റി റിസർവേഷൻ ഇല്ല. ചില സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ എന്നാൽ ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ 7% റിസർവേഷൻ ഉണ്ട്. ഒരു ഈഴവ തീയ ആണെങ്കിൽ നിങ്ങൾക്ക് 8% റിസർവേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 60 കുട്ടികളുള്ള ഗ്രൂപ്പിൽ, ഒരു ബാച്ചിൽ നിങ്ങളെ പിന്നെ ഈ ഈഴവ തീയ ആണെങ്കിൽ നിങ്ങൾക്ക് 5 സീറ്റ് റിസർവേഷൻ അവിടെ. 60 പേരിൽ 5 സീറ്റ് ഈഴവ തീയയ്ക്ക് റിസർവ്ഡ് ആണ്. എന്നാൽ ഒരു മുസ്ലിം ആണെങ്കിൽ, നിങ്ങൾ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 7% ഉണ്ട്. 4 സീറ്റ് നിങ്ങൾക്ക് ആ ഗവൺമെന്റ് സ്കൂളിൽ റിസർവേഷനാണ് മുസ്ലിം കുട്ടികൾക്ക്. അതുപോലെ മറ്റു വിഭാഗങ്ങൾക്ക് നമുക്കറിയാലോ, OBC 3% ഉണ്ട്. കൺവേർട്ടഡ് ക്രിസ്ത്യൻ, ചേരമർ ക്രിസ്ത്യൻ എന്ന് പറയുന്ന വിഭാഗം, അത്തരം ആൾക്കാർക്ക് 1% ഉണ്ട്. ലാറ്റിൻ കാത്തലിക്കിന് 3% ഉണ്ട്. ധീവരയ്ക്ക് 2% ഉണ്ട്. കുടുംബി സമുദായത്തിന് 1%, കുശവ സമുദായത്തിന് 1% റിസർവേഷൻ ഉണ്ട്. EWSനും ഉണ്ട് റിസർവേഷൻ ഗവൺമെന്റ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് EWS. അവർക്ക് 10% റിസർവേഷൻ ഗവൺമെന്റ് സ്കൂളിലുണ്ട്. അപ്പൊ നിങ്ങളൊരു പിന്നോക്ക, അതായത് EWS വിഭാഗത്തിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എയ്ഡഡ് സ്കൂളിനേക്കാൾ ചാൻസ് കൂടുതൽ ഗവൺമെന്റ് സ്കൂളിലാണ്. കാരണം ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ EWSന് റിസർവേഷൻ ഉള്ളൂ, എയ്ഡഡ് സ്കൂളിൽ ഇല്ല. നിങ്ങൾ ഇത്തരത്തില് ജാതി, ഇത് പറഞ്ഞ മുസ്ലിം, ഈഴവ, OBC, കൺവെർട്ടഡ് ക്രിസ്ത്യൻ, LC, ധീവര, കുടുംബി, കുശവൻ എന്നൊക്കെ പറയുന്ന ജാതികളിൽ ഏതെങ്കിലും ജാതി വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രവേശനം കിട്ടാൻ ചാൻസ് കൂടുതൽ ഗവൺമെന്റ് സ്കൂളിലായിരിക്കും, എവിടെ എയ്ഡഡ് സ്കൂളിനേക്കാൾ. കാരണം ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ ഇത്തരം സമുദായങ്ങൾക്ക് റിസർവേഷൻ ഉള്ളൂ, മറ്റിടത്ത് എയ്ഡഡ് സ്കൂളിൽ അത് ഇല്ല. എന്നാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെയുള്ള പ്രത്യേകത, ഒരു മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ, ഇവിടുത്തെ കുഴപ്പം അതാണ്. ഈ ഓപ്പൺ മെറിറ്റ് എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് ഈ മുന്നോക്ക ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ 42%-ത്തിലേക്കേ പരിഗണിക്കുള്ളൂ. അപ്പോൾ അവര് ടോപ്പ് ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പ്രവേശനം കിട്ടുന്നുള്ളൂ. മുന്നോക്ക ജാതിയിൽപ്പെടുന്ന ആളാണെങ്കിൽ, അതായത് ഏറ്റവും നല്ല ഗ്രേഡ്. കാരണം എന്താ, അവിടെ 42%, ഏകദേശം അത് ഭിന്നശേഷിയും സ്പോർട്സ് കോട്ടയും കൂടെ ഒക്കെ കഴിഞ്ഞാൽ 40%-ത്തിൽ അല്ലെ 40, ഏകദേശം അതിൻ്റെ ചുറ്റിലാണ് നിൽക്കുക. അപ്പോൾ ഏകദേശം 24 സീറ്റ് മാത്രമേ ഓപ്പൺ മെറിറ്റിൽ ഉണ്ടാവൂ. അപ്പോൾ ഓപ്പൺ മെറിറ്റിൽ തന്നെ മുന്നോക്ക ജാതി വിഭാഗം ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗവൺമെന്റ് സ്കൂളിൽ കിട്ടുന്നുള്ളൂ എന്നാണ് സത്യം. കാരണം ഈ മുന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെടുന്ന ആർക്കും കമ്മ്യൂണിറ്റി റിസർവേഷൻ, ജാതി സംവരണം ഗവൺമെന്റ് സ്കൂളിൽ കിട്ടുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ചാൻസ് ഒരല്പം ഗവൺമെന്റ് സ്കൂളിൽ അത്തരക്കാർക്ക്, മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഗ്രേഡ് ഇത്തിരി കുറഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് ചാൻസ് അവിടെ കുറവാണ്. എന്നാൽ നമ്മൾ ഇനി അടുത്ത ടൈപ്പിലേക്ക് പോകാം, എയ്ഡഡ് ജനറൽ. എയ്ഡഡ് ജനറൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന സ്കൂളുകൾ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി ഒക്കെ പറയുമ്പോൾ, ജാതി സംവരണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമായിട്ട് പറയല്ല, അത് അറിവിന് വേണ്ടി പറയാണ്. അത് ജാതിപരമായിട്ട് ഞാൻ വേർതിരിക്കും അങ്ങനെയൊന്നും സംസാരിക്കല്ലോ കേട്ടോ, അതും കൂടി പറയാം. അപ്പം നമ്മൾ പൊതുവേ പറയുമ്പോൾ നമ്മൾ എയ്ഡഡ് ജനറൽ സ്കൂളിൽ 60% ഓപ്പൺ മെറിറ്റാണ്. ഗവൺമെന്റിൽ 40 ആവുമ്പോൾ എയ്ഡഡ് ജനറലിലാണെങ്കിൽ 60% മെറിറ്റാണ്, ഓപ്പൺ മെറിറ്റാണ്. അവിടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഇല്ല. കമ്മ്യൂണിറ്റി റിസർവേഷൻ ഇല്ല, കമ്മ്യൂണിറ്റി കോട്ട ഇല്ല. ഉള്ളത് 2 കാര്യങ്ങളാണ്. SC/STക്ക് 20% റിസർവേഷൻ ഉണ്ട്, 20% മാനേജ്മെന്റ് കോട്ടയാണ്. ബാക്കി 60%വും ഓപ്പൺ മെറിറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കമ്മ്യൂണിറ്റിക്കും ഓപ്പൺ പിന്നെ എയ്ഡഡ് ജനറൽ റിസർവേഷൻ കൊടുക്കുന്നില്ല. മറിച്ച് അവിടെ ചേരാം, മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ചേരാം. ഒരു കമ്മ്യൂണിറ്റിക്കും പക്ഷേ റിസർവേഷൻ ഇല്ല. EWS അതും എയ്ഡഡ് സ്കൂളിലില്ല, അവർക്കും 10% റിസർവേഷൻ എയ്ഡഡ് സ്കൂളിലില്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുന്നോക്ക ജാതി വിഭാഗങ്ങളിൽ പെടുന്ന ഗ്രേഡ് കുറഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് എയ്ഡഡ് ജനറൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന സ്കൂളുകളിലാണ് എന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്.
അപ്പോൾ എയ്ഡഡ് ജനറലിൽ 60% ഓപ്പൺ മെറിറ്റിൽ കൊടുക്കുന്നു എന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ ഓപ്പൺ മെറിറ്റ് 60-ൽ 24 പേർക്കേ ഉള്ളൂ എങ്കിൽ ഇവിടെ എയ്ഡഡ് ജനറലിൽ 60-ൽ 36 കുട്ടികൾക്ക് ഓപ്പൺ മെറിറ്റിൽ പ്രവേശനം കൊടുക്കും. ഇനി നമ്മൾ അപ്പോൾ അവരുടെ ചാൻസ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പിന്നെ കമ്മ്യൂണിറ്റി വിഭാഗങ്ങൾ ഒഴികെ ഉള്ള വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ജാതി വിഭാഗം, ഇപ്പോൾ NSS സ്കൂളുകളൊക്കെ തന്നെ എയ്ഡഡ് ജനറലിൽ വരുന്നതാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ മിക്കവാറും, അത് ആ ടൈപ്പ് ഓഫ് സ്കൂൾ നോക്കണം കേട്ടോ, നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, മിക്കവാറും അവർ എയ്ഡഡ് മൈനോറിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എയ്ഡഡ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ എയ്ഡഡ് മൈനോറിറ്റിയാണ്. എയ്ഡഡ് ബാക്ക്വേർഡും എയ്ഡഡ് മൈനോറിറ്റിയിലും 40% മാത്രമേ ഓപ്പൺ മെറിറ്റ് ഉള്ളൂ. അതായത് 60 കുട്ടികളുള്ള ഒരു ബാച്ചിൽ 24 കുട്ടികൾക്ക് മാത്രമേ ഓപ്പൺ മെറിറ്റിൽ പ്രവേശനമുള്ളൂ. ബാക്കി 20% എന്ന് പറയുന്നത് 12 സീറ്റാണ് 60-ൻ്റെ. 12 സീറ്റ്, 20% മാനേജ്മെന്റ് കോട്ടയാണ്. 20% ആ വിദ്യാലയം ഏത് സമുദായത്തിന്റെ വിദ്യാലയമാണ്, അത് ബാക്ക്വേർഡ് ആയിട്ട് ആണ് പറയുന്നതെങ്കിൽ ആ സമുദായം. ഇപ്പൊ SNDP സ്കൂളുകളൊക്കെ മിക്കവാറും തന്നെ ഈ പിന്നെ ബാക്ക്വേർഡ് ഇതിലാണ് വരുന്നത്. അവിടെ 20% ആ കമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. കാരണം അവിടെ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്. ഏത് ജാതി വിഭാഗത്തിന്റെ ഇതിൽ വരുന്ന സ്കൂളാണ്, അങ്ങനെയാണ് അത് തരംതിരിച്ചിരിക്കുന്നത് ശരിക്കും. ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ മിക്കവാറും മൈനോറിറ്റി, എയ്ഡഡ് മൈനോറിറ്റി എന്ന വിഭാഗത്തിലാണ് വരിക. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 20% റിസർവേഷൻ ഉണ്ട്. 20% മാനേജ്മെന്റ് കോട്ടയാണ്, 20% SC/ST ആണ്. ഈ SC/ST വിഭാഗങ്ങൾക്ക് എല്ലാ സ്കൂളിലും റിസർവേഷൻ ഉണ്ട്. അതും നമ്മൾ തിരിച്ചറിയണം. ഗവൺമെന്റിലുണ്ട്, എയ്ഡഡ് ബാക്ക്വേർഡിലുണ്ട്, എയ്ഡഡ് ജനറലിലുണ്ട്, എയ്ഡഡ് മൈനോറിറ്റിയിലും ഈ 20% റിസർവേഷൻ. 12% SC-ക്കും 8% ST-ക്കും റിസർവേഷൻ ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. പക്ഷെ ഈ എയ്ഡഡ് മൈനോറിറ്റിയും എയ്ഡഡ് ബാക്ക്വേർഡുമായിട്ടുള്ള സ്കൂളുകളുടെ ഒരു സവിശേഷത എന്താന്ന് പറഞ്ഞാൽ, ആ സ്കൂളിന്റെ കമ്മ്യൂണിറ്റി ഏതാണോ ആ കമ്മ്യൂണിറ്റിക്ക് ആ സ്കൂൾ നല്ലതാണ്. കാരണം അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് 3 വിഭാഗങ്ങൾക്ക് മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ക്രിസ്ത്യൻസ്, മുസ്ലിം, ഈഴവ തീയ, പിന്നെ വയനാട്ടിലെ പിന്നെ ജൈനമത വിഭാഗത്തിനും ഒരു കമ്മ്യൂണിറ്റി സ്കൂള് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ട ഒക്കെ നമ്മൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ പറയാനുള്ളത്, നമുക്ക് ഇനി അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ട്രയൽ 8-ാം തീയതിയാണ് വരിക. ട്രയൽ അലോട്ട്മെന്റ്, ഒരു സാമ്പിൾ അലോട്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഏകദേശം എവിടെ നിൽക്കുന്നു, കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ. ആ ട്രയൽ വന്നു കഴിയുമ്പോൾ കുറേ പേർക്ക് എവിടെയെങ്കിലും കിട്ടിയതായിട്ട് കാണിക്കും, കുറേ പേർക്ക് തീർച്ചയായിട്ടും എവിടെയും കിട്ടാത്തതായിട്ടും ഉണ്ടാവും, അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ കഴിവതും കൂടുതൽ സ്കൂളുകൾ കൊടുത്താൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൂടുതൽ സ്കൂളുകൾ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് കൂടുതൽ സ്കൂളുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് താഴോട്ട് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ അങ്ങ് കൊടുത്തു വിടണം. നമ്മൾ പല സ്കൂളിൽ, ഇത്തിരി ദൂരമുള്ള സ്കൂളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കിട്ടും എന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി അതിന് ശേഷമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റീവാലുവേഷൻ റിസൾട്ട് മിക്കവാറും 8-ാം തീയതിക്ക് ശേഷം വരും. അപ്പം അന്നേരം ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ആ മാർക്കൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ആ മാർക്കൊക്കെ അവിടെ സൈറ്റിലേക്ക് വന്നുകൊള്ളും. നമ്മളൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. അതിനുശേഷം ഈ 8-ാം തീയതി ട്രയൽ നടന്നതിന് ശേഷം നമുക്ക് ഒരു തിരുത്താനുള്ള അവസരം, ഒരു എഡിറ്റ് ഓപ്ഷൻ വരും. 15-നാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ആ ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പ് 8-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ ഒരു അവസരം തരും. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത അപേക്ഷയിലുള്ള തിരുത്തുകൾ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ, അതായത് കാൻഡിഡേറ്റിൽ നമ്മളെ പേഴ്സണൽ വിവരങ്ങളല്ല തിരുത്തുന്നത്, ഓപ്ഷൻ തിരുത്തണേൽ അത് കൊടുക്കാം, 4-മത്തെ ഉള്ളത് 1-മത്തേൽ കൊടുക്കാം, 10-മത്തെ ഉള്ളത് 25-ലേക്കാക്കാം. ആ രീതിയിൽ ഓപ്ഷനൊക്കെ തിരിച്ചു മറിക്കാം. ഒന്നത്. പിന്നെ നമ്മൾ ഏതെങ്കിലും അറിയാതെ സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ നമ്മൾ ഏതെങ്കിലും ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ. ഇത്തരത്തിൽ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരവസരം നിങ്ങൾക്ക് 8-ാം തീയതിക്ക് ശേഷം വരും. അതിനുശേഷമേ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പ് നിങ്ങൾ ഓർത്തോ, ധൈര്യമായിട്ടിരിക്കുക,
ഒരു റീവാലുവേഷൻ റിസൾട്ട് വരാതെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കില്ല. അതിനു മുമ്പ് വന്നിരിക്കും, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവർ എന്ത് ചെയ്യണം? സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കാത്തിരിക്കണം. സെക്കൻഡ് അലോട്ട്മെന്റ് നടന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തേർഡ് അലോട്ട്മെന്റിലേക്ക് കാത്തിരിക്കണം. നമുക്കറിയാം, ഈ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് മുഖ്യ അലോട്ട്മെന്റിൽ 3 ഘട്ടങ്ങളാണ് ഉള്ളത്: ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. അപ്പൊ അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ 3 അലോട്ട്മെന്റിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ബാക്കിയുള്ള ഒഴിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കും. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും കൊടുക്കാൻ പറ്റില്ല. ഏതൊക്കെയാ സ്കൂള്, ഏതൊക്കെയാണ് ഒഴിവെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുക. ആ ഒഴിവുകളിലേക്ക് മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അപേക്ഷ 3 എണ്ണമേ കണക്കാക്കുള്ളൂ. പുതിയ അപേക്ഷ അന്നേരം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ, അതായത് 3-ാം തീയതി വരെ നമ്മൾ കൊടുക്കുന്ന ഓൺലൈൻ അപേക്ഷ 3 എണ്ണത്തിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റിന് പരിഗണിക്കും, സെക്കൻഡ് അലോട്ട്മെന്റിന് പരിഗണിക്കും, തേർഡ് അലോട്ട്മെന്റിന് പരിഗണിക്കും. എന്നിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ആ സമയത്ത് പുതിയതായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ഈ സേ എഴുതിയ കുട്ടികൾ ഉണ്ടാവും, ഇപ്പോൾ എഴുതാൻ പോകുന്നേ ഉള്ളൂ. ആ സേ എഴുതിയ കുട്ടികൾക്ക് പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡിലും തേർഡിലും പരിഗണിക്കില്ല. കാരണം അതിനു മുമ്പ് ആ സേ പരീക്ഷയുടെ റിസൾട്ട് വരില്ല. അപ്പൊ സേ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, തോറ്റ കുട്ടികൾക്ക് ഈ അപേക്ഷിക്കണമെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് സേ പരീക്ഷയുടെ റിസൾട്ട് വരും. സംശയമില്ല, മതി, അന്നേരം വന്നാലും മതി. കാരണം നമുക്ക് ഗ്രേഡ് കുറഞ്ഞ ആൾക്കാരാകുമ്പോൾ നമുക്ക് ആ സമയത്തല്ലേ ഒഴിവുള്ളിടത്ത് കിട്ടേണ്ടൂ. അത്തരത്തിലും പ്രവേശനം കിട്ടും. ഈ സീറ്റുകളുടെ എണ്ണം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്ത പ്രശ്നങ്ങൾ കുറവായിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട വിഷയവും ആവണമെന്നില്ല. ഒരു 90% പേർക്കും അങ്ങനെ തന്നെ കിട്ടും. എന്നാലും 10% പേരൊക്കെ തന്നെ ഇത് ഫീൽഡിൽ നിന്ന് ഔട്ടാവില്ല, മറിച്ച് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് ആയിരിക്കില്ല. ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളായിരിക്കില്ല. അപ്പം അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഏത് സ്കൂളായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റ് ജില്ലകളിൽ വേണ്ടവർക്ക് അത് ഓർമ്മിക്കേണ്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണം കേട്ടോ. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് ജൂൺ 10 മുതലേ ഉള്ളൂ, തിരക്ക് കൂട്ടണ്ട. മാനേജ്മെന്റ് കോട്ടയിലേക്കും 10-ാം തീയതി മുതലേ അപേക്ഷ ക്ഷണിക്കുള്ളൂ. സ്പോർട്സ് കോട്ടയിലേക്കും 10-ാം തീയതി മുതലേ അപേക്ഷ ക്ഷണിക്കുള്ളൂ. അപ്പം നല്ലതാ, 10-ാം തീയതി മുതലേക്ക് അപേക്ഷ ക്ഷണിക്കുക. ഇതിലെല്ലാം കൊടുത്താലും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ പിന്നെ അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് ഇതിന്റെ ഒരു ക്രമീകരണം നടന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് 10-ാം തീയതി പിന്നെ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ അടിച്ച കുറേ ദിവസം കഴിയുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെന്റ് കോട്ടയുടെയും സ്പോർട്സ് കോട്ടയുടെയൊക്കെ അഡ്മിഷൻ വരുള്ളൂ. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ എന്തായി, 15-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റാണ്. ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കുറേ കുട്ടികൾക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കിട്ടാത്തവർക്ക് ആ വഴിക്ക് പോകണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തിരക്ക് വെക്കണ്ട. കമ്മ്യൂണിറ്റി കോട്ടയും പിന്നെ മാനേജ്മെന്റ് കോട്ടയും പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും വിശദമായ ഒരു റിപ്പോർട്ട് വരുന്ന ഒരു ക്ലാസ് ഞാൻ തിങ്കളാഴ്ച, അതായത് 1-ാം തീയതി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേട്ട് അതും കഴിഞ്ഞ് ഒരു 10 ദിവസം കൊണ്ട് കഴിഞ്ഞ് അപേക്ഷ ക്ഷണിക്കുള്ളൂ. ആ സമയത്തും നേരത്തെ നിങ്ങൾ എയ്ഡഡ് സ്കൂളിലും പിന്നെ ഒന്നും പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. മാനേജ്മെന്റ് കോട്ടയിൽ ആരെങ്കിലുമൊക്കെ മാനേജരെ കണ്ടിട്ട് അത്തരം ഒരു പോസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരത്തെ ചെയ്യും. അല്ലാതെ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ സ്വീകരിക്കുന്നത് 10-ാം തീയതി മുതൽ മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മറ്റ് ജില്ലകളിൽ വേണ്ടവർക്ക് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് അപേക്ഷ കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചില ബോർഡറിൽ താമസിക്കുന്ന ആൾക്ക്, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ സൗകര്യമാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് വേണമെങ്കിൽ പോകാം, പിന്നെ പാലക്കാട് ജില്ലയിലേക്കും വേണമെങ്കിൽ പോകാം. അപ്പം 3 ജില്ലയും സംഗമിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് 3 ജില്ലയിലും അപേക്ഷ കൊടുക്കണം. 3 കാൻഡിഡേറ്റ് ലോഗൻ സൃഷ്ടിച്ച് 3 സ്ഥലത്തേക്കും അപേക്ഷ കൊടുക്കണം. 3 ജില്ലയിലേക്ക് പോയി വരാൻ സൗകര്യമുള്ള. അപ്പോൾ നമ്മൾ എന്ത് വേണം? അത് 3 ജില്ലയിലും എവിടെ പിന്നെ ഏത് ജില്ലയിലാണ് കിട്ടുന്നത് വെച്ചാൽ ആ ജില്ലയിൽ പോയിട്ട് മറ്റതൊക്കെ ക്യാൻസൽ ആക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാത്രമേ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ളതും നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുമായിട്ടുള്ള സ്കൂളുകൾ ലഭിക്കുകയുള്ളൂ. അതിനൊക്കെ ഒരു തടസ്സവും ഇല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുത്താൽ നമ്മൾ അത് ആ ജില്ലയിലേക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആ ജില്ലയുടെ സ്കൂളുകളിലേക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം.
ഇപ്പോൾ അത് നിർബന്ധമായിട്ടും അങ്ങനെയുള്ള ജില്ലക്കാര് എത്ര ജില്ലയിലേക്ക് കൊടുക്കണോ ആ ജില്ലയിലേക്ക് വേണ്ടത്ര ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് കൊടുക്കണം. മറ്റൊരു അറിയിപ്പ് തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ EWSന് അർഹതയായിട്ടുള്ള കുട്ടികൾ, അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികൾ, EWS സർട്ടിഫിക്കറ്റിന് അർഹരായുള്ള കുട്ടികൾ ദയവായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. വാങ്ങിയതിന് ശേഷം നിങ്ങൾ EWS കോട്ടയിൽ കൂടി അപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, അപേക്ഷയൊക്കെ കൊടുത്തുപോയെങ്കിൽ നിങ്ങൾക്ക് ഒരു തിരുത്ത് വരുന്നുണ്ട്. 8-ാം തീയതിക്ക് ശേഷം ഒരു തിരുത്ത് വരുന്നുണ്ട്. ആ തിരുത്തിൽ നിങ്ങൾക്ക് EWS കയറ്റിയിടാം. ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും കാര്യമോ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തു വരുന്ന സമയത്ത് അതും കൂടി ടിക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചാൻസ് ഉപയോഗിക്കുക. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ, കഴിഞ്ഞ വർഷം EWSന്റെ സീറ്റുകൾ ഒരുപാട് ബാക്കി വന്നു, കുട്ടികൾ ആവശ്യത്തിന് ഇല്ലായിരുന്നു. 10% EWSന്റെ റിസർവേഷൻ. 60 സീറ്റുള്ള ഒരു ബാച്ചിൽ 6 സീറ്റ് EWS ആണ് ഗവൺമെന്റ് സ്കൂളിൽ. നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ 10, 300, 400 സീറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ മൊത്തം ബാച്ചുകൾ 5ഉം 6ഉം ബാച്ചുകൾ പല സബ്ജക്റ്റിലായിട്ടുള്ള സ്കൂളുകളുണ്ട്. 6 ബാച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 360, 400 കുട്ടികൾ വരികയാണ് ഒരു സ്കൂളിൽ, ആ +1-ന്. അപ്പം 400 കുട്ടികളിൽ നമുക്കറിയാം പിന്നെ 10% EWS എന്ന് പറഞ്ഞാൽ എത്രയായി? 40 സീറ്റ് EWS മാത്രമായി. പല സബ്ജക്റ്റാന്ന് മാത്രമേ ഉള്ളൂ, പല കോഴ്സ് കോമ്പിനേഷനാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ ആ ചാൻസ് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ എല്ലാത്തിനും, ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഗ്രേസ് മാർക്കിന് അർഹരായുള്ള കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഈ എന്ത് കിട്ടുന്നില്ല, ബോണസ് പോയിന്റ് കിട്ടുന്നില്ല എന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബോണസ് പോയിന്റ് കിട്ടുന്ന ആകെ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് SPC, പിന്നെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്. സ്കൗട്ട് ആൻഡ് ഗൈഡിൽ രാജ്യപുരസ്കാരോ രാഷ്ട്രപതിയോ കിട്ടിയവർക്ക് മാത്രമേ 2 മാർക്ക് 2 പോയിന്റ് ബോണസ് പോയിന്റ് കിട്ടുന്നുള്ളൂ. പിന്നെ ലിറ്റിൽ കൈറ്റ്സിന് 1 പോയിന്റ്. ഇത്രയും പേർക്ക് മാത്രമേ ഈ വിഭാഗത്തിൽ, സ്കൂളിൽ പഠിച്ചവർക്ക് 2 ഉണ്ട്, SLC ആണെങ്കിൽ 3 ബോണസ് പോയിന്റ് ഉണ്ട്, അത്തരത്തിൽ ജവാനാണെങ്കിലും ആശ്രിതനാണെങ്കിൽ 3 പോയിന്റ് ഉണ്ട്, പിന്നെ മരണപ്പെട്ട സർവീസ് ഇരിക്കാൻ മരണപ്പെട്ട അത് 5 അതൊക്കെ വേറെ. പക്ഷെ അല്ലാത്ത SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യപുരസ്കാരം രാഷ്ട്രപതിയും കിട്ടിയവർ, ഇവർക്ക് മാത്രമേ 2 ബോണസ് പോയിന്റ് ഉള്ളൂ. പിന്നെ ലിറ്റിൽ കൈറ്റിലാണെങ്കിൽ 1 ബോണസ് പോയിന്റ്. ബാക്കി ഒരു വിഭാഗത്തിനും സംസ്ഥാന യുവജനോത്സവ മത്സരത്തിൽ, സംസ്ഥാന മേളകളിൽ പങ്കെടുത്തവർക്ക് ഒന്നും തന്നെ ഇവിടെ ബോണസ് പോയിന്റ് നൽകുന്നില്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരം കുട്ടികൾക്ക് ഇവിടെ ടൈം ബ്രേക്ക് ചെയ്യാൻ ഒരേപോലെ മാർക്ക്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം ഒരേപോലെ മാർക്ക് വന്നാൽ മാത്രം അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഇതിൽ പറയാനുള്ള ഒരു കാര്യം. ടൈ ബ്രേക്കിംഗ് മാത്രമാണ് അതിൽ. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ജില്ലാ യുവജനോത്സവം, ജില്ലാതലത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വരെ ഈ ടൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവസാനമാണ് നമ്മുടെ ക്ലബ് സർട്ടിഫിക്കറ്റിന് പോലും. ക്ലബ് സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ടൈ ബ്രേക്ക് ചെയ്യാൻ ക്ലബ് സർട്ടിഫിക്കറ്റ് നമ്മളെ സഹായിക്കൂല ശരിക്കും. കാരണം എന്താ, എല്ലാവർക്കും 2 ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. CBSEക്കാർക്ക് മാത്രമേ ക്ലബ് സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുള്ളൂ. ബാക്കി സംസ്ഥാന സിലബസിൽ പഠിച്ച എല്ലാവർക്കും 2 ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഫലത്തിൽ എന്ത് വരും, ഈ ക്ലബ് സർട്ടിഫിക്കറ്റ് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കില്ല. അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ചില കാര്യങ്ങൾ NMS, LSS, USS ഒക്കെയാണ് ടൈ ബ്രേക്കിൽ. പിന്നെ അതിലുള്ള കുറച്ച് പോയിന്റ്, ഇംഗ്ലീഷിന്റെ മാർക്ക്, ഫസ്റ്റ് ലാംഗ്വേജിന്റെ മാർക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ടൈ ബ്രേക്ക് ചെയ്യുന്നതിൽ. മറ്റതിൽ ബോണസ് പോയിന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ബോണസ് പോയിന്റിന്റെ കാര്യത്തിൽ ഈ 2-3 വിഭാഗങ്ങൾക്ക് മാത്രമേ ബോണസ് പോയിന്റ് +1 അഡ്മിഷനിൽ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാനിങ്ങനെ പറഞ്ഞതാണ്. വീണ്ടും കൂടുതൽ സംശയങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് കോട്ടയും തമ്മിൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. റീവാലുവേഷൻ്റെ റിസൾട്ടുമായി ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. അതിന് എല്ലാത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും ഈ ചാനലിലൂടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് വെച്ചോ. പിന്നെ അഡ്മിഷൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, വെറുതെ വാർത്തകളല്ല, കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് പാസ് ചെയ്ത് വിടുക.
അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ഫേക്ക് ന്യൂസും ഈ ചാനലിൽ നിന്ന് വരില്ല. കൃത്യമായ വിവരങ്ങൾ. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പിന്നെ സാറായിരുന്നുകൊണ്ടാണ് കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. നിങ്ങൾ എന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാവർക്കും ഈ വാർത്തകൾ അപ്പം കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ നന്ദി, നമസ്കാരം.